ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടിസ്ഥാന പാഠാവലി 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഉത്തരസഹിതം ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോ മാർക്ക് വീതമാണ്. വേനൽ ചുഴന്നൂതി ഊതിയതിൽ നിക്ഷേപം ഓരോന്നും മാണിക്യരത്നങ്ങളാകാൻ മുതിർന്നേയുള്ളൂ. അതേ പ്രാർത്ഥന. ഇവിടെ മാണിക്യരത്നങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? പൂക്കളെ, തേന്മാവിനെ, മാമ്പഴത്തെ, കിളികളെ. അപ്പോൾ ഇവിടെ മാണിക്യരത്നങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മാമ്പഴത്തെ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദാഹം സ്വരാജ്യത്തിൽ ഒതുങ്ങി നിന്ന് ദേശീയത്വമായിരുന്നില്ല. അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം എഴുതുക. സ്വാതന്ത്ര്യത്തിനായുള്ള ദാഹം, സ്വാതന്ത്ര്യവും ദാഹവും, സ്വാതന്ത്ര്യത്താലുള്ള ദാഹം. അപ്പോൾ സ്വാതന്ത്ര്യദാഹം എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ സ്വാതന്ത്ര്യത്തിനായുള്ള ദാഹം. ഫസ്റ്റ് ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും അതിലൊരിടത്തും ഉണ്ടായിരുന്നില്ല. ഭൗമോപരിതലത്തിലെ മഹാജീവജാലങ്ങൾ മാത്രം. അരിത മോഹനം. അരവിന്ദാക്ഷൻ്റെ ഈ ആലോചനകളിൽ തെളിയുന്ന ലോകവീക്ഷണം കണ്ടെത്തി എഴുതുക. ഇന്ത്യ മാത്രമാണ് ലോകത്തിൻ്റെ കേന്ദ്രം. സർവ്വജീവജാലങ്ങളും ഒരുമയോടെ ജീവിക്കണം. ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഒരുമിച്ച് ജീവിക്കണം. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമാണ്. അപ്പോൾ ഇതിലെ ശരിയായ ഉത്തരം സർവ്വജീവജാലങ്ങളും ഒരുമയോടെ ജീവിക്കണം. 4ാമത്തെ ചോദ്യം നോക്കാം. ഇത്രയും ഹൃദയഹാരിയായ കാഴ്ച ഗഗനസഞ്ചാരത്തിൻ്റെ മാലാഖമാർ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം. ഗഗനസഞ്ചാരികൾ എന്ന വാക്കിൻ്റെ അർത്ഥം: കടൽ യാത്രികർ, മാന്ത്രികർ, ആകാശയാത്രികർ, സാഹസികർ. അപ്പോൾ ആകാശയാത്രകൾ എന്നാണ്. ഗഗനം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആകാശം എന്നാണ് അർത്ഥം. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. ശരിയായി പിരിച്ചെഴുതിയത് ഏത്? കേരളക്കര, കേരള പ്ലസ് കര. പിന്നിലെ അനന്തത, പിന്നിലെ പ്ലസ് അനന്തത. ഓർമ്മകളൊന്നും, ഓർമ്മ പ്ലസ് ഒന്നും. മിഴിയിണ, മിഴി പ്ലസ് ഇണ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ മിഴിയിണയാണ്. മിഴിയിണ എങ്ങനെയാണ് പിരിച്ചെഴുതുക? മിഴി പ്ലസ് ഇണ. ഓക്കെ. അപ്പോൾ 5 ചോദ്യങ്ങളിൽ 1 വിഗ്രഹാർത്ഥമാണ്, 1 ഒരു വാക്കിൻ്റെ അർത്ഥമാണ്, 1 പിരിച്ചെഴുതിയലാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ പാറ്റേൺ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിൽ 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. എവിടെയാ അച്ഛൻ സോയിലിരിക്കുന്നത്? അച്ഛൻ എങ്ങനെയാ ട്രീ ഒക്കെ പിക്ക് ചെയ്തത്? ഹരിതമോഹനം. ഭാഷാപ്രയോഗത്തിൽ വന്നിട്ടുള്ള എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്? അപ്പോൾ ഇവിടെ എന്താണ്? കുട്ടി എവിടെയാ അച്ഛൻ സോയിൽ സൂക്ഷിച്ചിരിക്കുക, മണ്ണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ സോയിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലേ? അപ്പോൾ മാതൃഭാഷ കുട്ടികൾക്ക് അന്യമായി മാറുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് അടിച്ചേൽപ്പിക്കുന്ന ഒരു തലമുറയും നമ്മൾ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ മണ്ണിനോടും കൃഷിയോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന പട്ടണത്തിലെ ഫ്ലാറ്റുകളിലെ ജീവിതം കഴിച്ചു കൂട്ടുന്നവരിൽ വേരുപിടിച്ച ഒരു സംസ്കാരമാണ് ആ കുട്ടിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ മണ്ണിനോടും കൃഷിയോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന പട്ടണത്തിലെ ഫ്ലാറ്റുകളിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നവരിൽ വേര് പിടിച്ചൊരു സംസ്കാരമാണ് ആ കുട്ടിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. മാതൃഭാഷ കുട്ടികൾക്ക് അന്യമായി മാറുന്നു. ഇതൊരു പ്രധാന പോയിൻ്റാണ്. ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് അടിച്ചേൽപ്പിക്കപ്പെടുന്ന തലമുറയെ നമുക്കിവിടെ കാണാം. മണ്ണിനെയും പ്രകൃതിയെയും മറന്ന് ജീവിക്കുന്ന പുതിയ തലമുറയുടെ മനോഭാവം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി അടുത്തത് അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക. യൂറോപ്പിനെ കിടിലം കൊള്ളിച്ച മഹാപരിവർത്തനത്തിൻ്റെ അലകൾ ഭാരതീയ സംസ്കാര കേന്ദ്രങ്ങളിലും ആഞ്ഞടിക്കാതിരുന്നില്ല. അപ്പോൾ
ഇതെങ്ങനെ എഴുതാം? വളരെ സിമ്പിളാണ്. നമുക്കിവിടെ എഴുതാം, യൂറോപ്പിനെ കിടിലം കൊള്ളിച്ച മഹാപരിവർത്തനം. അത് കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാക്കുക. അതിൻ്റെ അലകൾ ഭാരതത്തിൻ്റെ സംസ്കാര കേന്ദ്രങ്ങളിലും ആനടിക്കാതിരുന്നില്ല. 2 മാർക്കാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. സഫലമീ യാത്രയിലെ വരികളാണിവ. ഈ വരികളിൽ തെളിയുന്ന ജീവിത ദർശനം കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇവിടെ ചോദ്യം നോക്കുക, എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ച് വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതനും ശർക്കര നുണയും. അപ്പോൾ ഇത്തിരി ശാന്തി ലഭിക്കാൻ ഒത്തിരി സഹിക്കണം അല്ലേ? അതാണ് ഈ ഒരു വരികളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഓരോ മനുഷ്യനും നിരവധി ദുഃഖസാന്ദ്രമായ ജീവിത പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മനുഷ്യൻ പലവിധ ജീവിത പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രശ്നങ്ങളെയാണ് കവി കൊഴുത്ത ചവർപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കവി സാധാരണയിൽ കവിന് ദുഃഖം പേറിയ ആളാണെന്ന് കാണിക്കാനാണ് കൊഴുത്ത എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്നാൽ ശാന്തിതൻ ശർക്കര എന്ന പ്രയോഗം സമാധാനത്തിൻ്റെയും പ്രശാന്തതയുടെയുമാണ്. ജീവിതത്തിൽ അല്പം മാത്രമേ അത് കാണുകയുള്ളൂ. ജീവിത ദുഃഖം കടിച്ചു തീർക്കുന്നതിന് ശാന്തിയുടെ മധുരം നുണയാനാണെന്ന് കവി സങ്കല്പിക്കുന്നു. അപ്പോൾ നൊന്തും നോവിച്ചും കൊഴുത്ത ചവർപ്പുകൾ കുടിച്ചുമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒത്തിരി പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം സഫലമാണ് ഈ യാത്ര എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി എത്ര മാർക്കിൻ്റേതാണ്? 5 ചോദ്യങ്ങൾ 4 മാർക്കിൻ്റേതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതുക. ശങ്കരൻകുട്ടി കൗതുകപൂർവ്വം താഴെ തൊട്ടിലേക്ക് നോക്കി നിന്നു. അയാളുടെ മുഖത്ത് ഒരു ചെറുചിരി വിടർന്നു. വെള്ളത്തിൽ നിന്ന് കുട്ടിയെ ഓടിച്ചെന്ന് കയ്യിലെടുത്തുയർത്തി അവൻ്റെ തള്ളയ്ക്കടുത്ത് കൊണ്ടുചെന്ന് വിട്ട് അയാൾ അവരോട് കയർത്തു. കണ്ണുണ്ടോ നിങ്ങളുടെ മുഖത്തെ? കൊടിയേറ്റ്. തിരക്കഥയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് ശങ്കരൻകുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ശങ്കരൻകുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം ശങ്കരൻകുട്ടിയെക്കുറിച്ച് നമുക്ക് ഒരുവിധ ഐഡിയ ഒക്കെ ഉണ്ട്. എന്താണ്? ഒരു പോയിന്റ് നമുക്ക് എഴുതാം, നിഷ്കളങ്കനായ കഥാപാത്രമാണ് ശങ്കരൻകുട്ടി അല്ലേ? വളരെ നിഷ്കളങ്കനായൊരു കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും പേറാതെ നടക്കുന്ന, ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ, അതാണ് ശങ്കരൻകുട്ടി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശങ്കരൻകുട്ടിയെ കുറിച്ച് എഴുതാം. നിഷ്കളങ്കനായ കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. കുട്ടികളോടൊപ്പം ആഘോഷപൂർവ്വം ഉത്സവ പറമ്പുകളിലും മറ്റും കളിച്ചും ചിരിച്ചും നടന്ന മനുഷ്യനാണ് ശങ്കരൻകുട്ടി. അപ്പോൾ ശങ്കരൻകുട്ടിക്ക് ജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമൊന്നുമില്ല. അങ്ങനെ ആർത്തുല്ലസിച്ച് കുട്ടികളോടൊപ്പം ആഘോഷിച്ച് ഉത്സവ പറമ്പുകളിലൊക്കെ പാറി പറന്ന് നടക്കുന്ന ഒരു നിഷ്കളങ്കനായ പച്ചയായ ഒരു മനുഷ്യനാണ് ശങ്കരൻകുട്ടി. വിവാഹം കഴിഞ്ഞിട്ടും ഉത്തരവാദിത്തമില്ലാത്തവനായി നടന്ന ശങ്കരൻകുട്ടിയെ ഭാര്യ ഉപേക്ഷിച്ചു പോകുന്നു. കല്യാണം കഴിച്ചിട്ടും ഉത്തരവാദിത്തബോധമില്ല. അപ്പോൾ ശങ്കരൻകുട്ടിയെ ഭാര്യ ഉപേക്ഷിച്ചു പോവുകയാണ്. വളരെ കാലത്തിനു ശേഷം ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ അയാൾ പോകുന്നു. തൊട്ടിലിൽ കിടന്ന കുഞ്ഞിനെയും കണ്ട് ശങ്കരൻകുട്ടിയുടെ മനസ്സിൽ സന്തോഷം തുടിക്കുന്നു. അപ്പോൾ ആ സന്തോഷം എന്താണ്? ഒരു അച്ഛൻ്റെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുഞ്ചിരിയാണ് ശങ്കരൻകുട്ടി കാണുന്നത്. എന്താണ്? അതൊരു അണ്ടർലൈൻ ചെയ്ത് എഴുതേണ്ട ഒരു പോയിൻ്റാണ്. ഒരു അച്ഛൻ്റെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുഞ്ചിരിയാണ് ശങ്കരൻകുട്ടി കാണുന്നത്. പിന്നെ തിരികെ വന്ന ലോറി കഴുകി വൃത്തിയാക്കുന്നിടയിൽ ആറ്റിൻകരയിൽ തുണി അലക്കുന്ന സ്ത്രീയോടൊപ്പം നിന്ന കുട്ടി ഒഴുക്കിനടുത്തേക്ക് പോകുന്നത് കണ്ട് ശങ്കരൻകുട്ടി ഓടിച്ചെന്ന് കുട്ടിയെ എടുത്ത് അമ്മയെ ഏൽപ്പിച്ച് അവരെ ശകാരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ശങ്കരൻകുട്ടിയുടെ ഉത്തരവാദിത്ത ബോധമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശങ്കരൻകുട്ടി പഴയ ശങ്കരൻകുട്ടിയല്ല.
ശങ്കരക്കുട്ടിയുടെ ഉത്തരവാദിത്വ ബോധമാണ് അലക്കുകാരിയുടെ കുട്ടിയെ കയ്യിലെടുക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ശങ്കരൻകുട്ടിയിൽ ഉണ്ടായ മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. അമ്മയുടെ അശ്രദ്ധയിലുള്ള പ്രതിഷേധവും പിതാവായി മാറുമ്പോഴുള്ള ശ്രദ്ധയും കാണാൻ കഴിയുന്നു. അമ്മയുടെ അശ്രദ്ധയിലുള്ള പ്രതിഷേധവും പിതാവായി മാറുമ്പോഴുള്ള ശ്രദ്ധയും കാണാൻ കഴിയുന്നു. അപ്പം നിഷ്കളങ്കനായ കഥാപാത്രത്തിൽ നിന്നും ശങ്കരൻകുട്ടി ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പിതാവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കഥയുടെ അന്ത്യത്തിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾ എഴുതാം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യൻ ക്രോധത്തെ കാരുണ്യം കൊണ്ടും തിന്മയെ നന്മ കൊണ്ടും ജയിക്കട്ടെ. ബുദ്ധൻ്റെ ഉപദേശം. മുകളിൽ കൊടുത്ത ബുദ്ധ സന്ദേശം എല്ലാ കാലത്തും പ്രസക്തമാണോ? അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ മനുഷ്യൻ ക്രോധത്തെ കാരുണ്യം കൊണ്ടും തിന്മയെ നന്മ കൊണ്ടും ജയിക്കട്ടെ. അപ്പോൾ ക്രോധത്തെ ക്രോധം കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ദേഷ്യം പിടിച്ച് നമ്മളൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ ദേഷ്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ക്രോധത്തെ കാരുണ്യം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ. അതേപോലെ തിന്മയെ നന്മ കൊണ്ട് മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയൂ. ബുദ്ധൻ്റെ ദർശനങ്ങൾ അന്നത്തെ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും പ്രസക്തമാണ്. ബുദ്ധൻ്റെ ദർശനങ്ങൾ ലോകമുള്ളിടത്തോളം കാലം ആ ദർശനങ്ങളെല്ലാം പ്രസക്തമാണ്. വെറുപ്പും വിദ്വേഷവും സമൂഹത്തെയും അതേപോലെ രാജ്യത്തെയും നശിപ്പിക്കും. സ്നേഹവും പരസ്പരം അംഗീകരിക്കാനുള്ള മനസ്സുമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ചോദ്യം നോക്കാം, ഉത്തരം നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. ഇതൊക്കെ ഒരു മാതൃക മാത്രമാണ്. ബുദ്ധൻ്റെ ഈ വാക്യം കാലിക പ്രസക്തിയുള്ളതും അർത്ഥവത്തുമാണ്. ക്രോധത്തെ കാരുണ്യം കൊണ്ട് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ. തിന്മയെ നന്മ കൊണ്ട് മാത്രമേ അതിജയിക്കാൻ കഴിയൂ. ബുദ്ധൻ്റെ ദർശനങ്ങൾ കാലാതീതമാണ്. വെറുപ്പും വിദ്വേഷവും സമൂഹത്തെയും രാജ്യത്തെയും നശിപ്പിക്കും. സ്നേഹവും പരസ്പരം അംഗീകരിക്കുമുള്ള മനസ്സാണ് വേണ്ടത്. എന്നാൽ സ്നേഹം കൊണ്ട് വിദ്വേഷം ഇല്ലാതാകുന്നു. ലോകത്തെ നന്നായി നയിക്കാൻ സ്നേഹമാണ് വേണ്ടത്. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. സഫലമീ യാത്ര. NN കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന പാഠഭാഗത്തിലുള്ളതാണ്. വരിക സഖി അരിയത്ത് ചേർന്ന് നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്ക, നാം അന്യോന്യം 3 വടികളായി നിൽക്കാം, ഹാ സഫലമീ യാത്ര. സഫലമീ യാത്ര, ജീവിതയാത്ര സഫലമാണെന്ന് കവി പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കവിതയിലെ മറ്റു വരികൾ കൂടി പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ സഫലമീ യാത്രയിൽ എന്താണ് കവി പറയുന്നത്? ഇവിടെ നോക്കൂ, 3 വടികളായി അന്യോന്യം 3 വടികളായി നിൽക്കാം. അന്യോന്യം എന്ന് പറഞ്ഞാൽ പരസ്പരം 3 വടികളായി മാറിയ സഫല ജീവിതമാണ് കവിയുടേത്. കൊണ്ടും കൊടുത്തും പങ്കിട്ടും സ്നേഹദുഃഖങ്ങൾ കൈമാറിയുമാണ് ഈ ജീവിതം എന്ന യാത്ര മുന്നോട്ട് പോയത്. കണ്ണീര് വരുവോളം ചിരിച്ചതും ദുഃഖത്തിൻ്റെ തീരം കണ്ടതും ഓർമ്മകളിൽ കടന്നു വരികയാണ്. പുഴുതുന്നതും പാതി വിടർന്നതും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ജീവിതം. അപ്പോൾ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിധ സുഖദുഃഖങ്ങളും കൂടിയതാണ് ജീവിതം സുഖങ്ങൾ കൊണ്ട് മാത്രമുള്ളതല്ല. ദുഃഖങ്ങൾ വന്നാൽ നമ്മൾ അംഗീകരിക്കാനും പഠിക്കണം. അതാണ് സഫലമീ യാത്ര എന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി നോക്കാം. മുകളിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക. രോഗാവസ്ഥയും മാതിരെ കൈകോർത്ത് എതിരേൽക്കാൻ കവി ഉത്സാഹിക്കുന്നു. ശേഷിക്കുന്ന ദിവസങ്ങളിൽ മിഴുകിണ തുളമ്പാതെ ജീവിതത്തിൽ ചന്തം നിറയ്ക്കാൻ കവി ഭാര്യയെ ഉപദേശിക്കുന്നു. മിഴുനീർ ചവർപ്പപ്പെടാതെ ജീവിത മധുപാത മോന്തുവാൻ നിർദ്ദേശിക്കുന്നു. ശാന്തിയുടെ ശർക്കര നുണയാൻ ദുഃഖമാകുന്ന കൊഴുത്ത് ചവർപ്പ് കുടിക്കേണ്ടതുണ്ടെന്ന ബോധ്യം കവിക്കുണ്ട്. കാലം ഉരുമുള്ളുമ്പോൾ നമ്മുടെ അവസ്ഥ എന്ത് പ്രവചിക്കാൻ അറിയാത്ത സാഹചര്യത്തിൽ ഇന്നിനെ സന്തോഷത്തോടെ നേരിടാനുള്ള ആഹ്വാനം കവിതയിൽ കാണാം. രോഗഗ്രസ്തമായ ശരീരവുമായി ജീവിത വഴി പാതിയിലധികം പിന്നിട്ടു എന്ന ബോധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആതിരിയെ നിൽക്കാൻ കവി ശേഷിക്കുന്ന ദിനങ്ങളെ മിഴുനീർ ചവർപ്പിന് ജീവിതമാകുന്ന മധുപാത്രം അടിയോളം മോന്തുവാൻ ഭാര്യയെ ഉപദേശിക്കുന്നു. എല്ലാ വേദനകളും മറന്ന് ജീവിത നിമിഷങ്ങൾ ആവോളം ആസ്വദിക്കാനാണ് കവി ആവശ്യപ്പെടുന്നത്. വേദനകൾ നിറഞ്ഞതാണെങ്കിലും തൻ്റെ ജീവിതത്തെ സഫലമായി കാണുന്ന കവിയെയാണ് കവിതയിലെങ്ങും
കാണാൻ കഴിയുന്നത്. അപ്പോൾ പരസ്പരം ഊന്നുവടിയായി മാറിയ സഫലം ജീവിതമാണ് കവിയുടേത്. കൊണ്ടും കൊടുത്തും പങ്കിട്ടും സ്നേഹദുഃഖങ്ങൾ കൈമാറിയുമാണ് കവിയുടെ ജീവിതം മുന്നോട്ട് പോയത്. കണ്ണീര് വരുവോളം ചിരിച്ചതും ദുഃഖത്തിൻ്റെ തീരം കണ്ടതും ഓർമ്മയിൽ കടന്നു വരികയാണ്. പുഴുതുന്നതും പാതി വിടർന്നതും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ജീവിതം. എങ്കിലും ഈ ജീവിത നിമിഷങ്ങൾ ആവോളം ആസ്വദിക്കാനാണ് കവി ആവശ്യപ്പെടുന്നത്. വേദനകൾ നിറഞ്ഞതാണെങ്കിലും തൻ്റെ ജീവിതത്തെ സഫലമായി കാണുന്ന കവിയെയാണ് നമ്മൾ കവിതയിലുടനീളം കാണുന്നത്. ഓക്കെ, ഇനി ഈ ഊന്നുവടി എന്നുള്ള ആ ഒരു പ്രയോഗം പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട്. അത് 2 മാർക്കിന് വന്നിട്ട് നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. പരസ്പരം ഊന്നുവടിയായി മാറിയ സഫല ജീവിതമായിരുന്നു കവിയുടേത്. കൊണ്ടും കൊടുത്തും പങ്കിട്ടും സ്നേഹദുഃഖങ്ങൾ കൈമാറിയാണ് മുന്നോട്ട് പോകുന്നത്. സന്തോഷത്തിലും ദുഃഖത്തിലും പരസ്പരം താങ്ങായി ശേഷിച്ച കാലം കഴിയാം എന്നർത്ഥത്തിലാണ് അന്യോന്യം 3 വടികളായി നിൽക്കാം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം അല്ലേ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, വെട്ടിമുറിക്കുക കാൽച്ചങ്ങല വിഭോ, പൊട്ടിച്ചെറിയുക കൈവിലങ്ങ്. കുമാരനാശാൻ. മുകളിൽ നൽകിയ വരികൾ വിശകലനം ചെയ്ത് കുമാരനാശാൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യമാണ് ഏറ്റവും മഹത്തരമായത്. മാനികൾക്ക് അവരുടെ ജീവനേക്കാൾ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിച്ചതാണ്. അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള ആഹ്വാനമാണ് കുമാരനാശാൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ചട്ടങ്ങളെ മാറ്റുവാൻ ആഹ്വാനം ചെയ്ത കവിയാണ് കുമാരനാശാൻ. ചട്ടങ്ങളെ മാറ്റുവാൻ ആഹ്വാനം ചെയ്ത കവിയാണ് കുമാരനാശാൻ. മനുഷ്യനെ കാണുന്നതും തൊടുന്നതും ദോഷമായി കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. ഈ മനോഭാവം വെച്ച് പുലർത്തിയവരെ ആശാൻ ജാതി കോമരങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ജാതിയുടെ പേരിൽ തമ്മിലടിക്കുന്നവർക്ക് സ്വരാജ്യം എന്തിനാണെന്ന് ആശാൻ ചോദിക്കുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സവിശേഷമായ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു ആശാൻ. സ്വാതന്ത്ര്യം അമൃതം തന്നെയാണ്, അസ്വാതന്ത്ര്യം മരണത്തേക്കാൾ ഭയാനകമാണ്. കാൽച്ചങ്ങലയും കൈവല്യങ്ങളും പൊട്ടിച്ച് സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് എത്താൻ കവി ആഹ്വാനം ചെയ്യുന്നു. സ്നേഹഗായകനായി അറിയപ്പെടുന്ന കവിയാണ് ആശാൻ. മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക പരിവർത്തനമാണ് കുമാരനാശാൻ്റെ ജീവിത വീക്ഷണം. ലോകം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹം നരകത്തെ സ്വർഗമാക്കുന്നുവെന്നും സ്നേഹത്തിൽ നിന്ന് ലോകം അഭിവൃദ്ധി നേടുന്നുവെന്നും അദ്ദേഹം തൻ്റെ കവിതയിൽ എഴുതി. കാലം സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരായ എല്ലാ മനുഷ്യവിരുദ്ധ നിയമങ്ങളെയും മാറ്റി തീർക്കുമെന്ന അചഞ്ചലമായ വിശ്വാസം കവിക്കുണ്ടായിരുന്നു. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണിത്. ഇത് 6 മാർക്കിനും വരാം. പല ക്വസ്റ്റ്യൻ പേപ്പറിലും 6 മാർക്കിനും. ഈ കുമാരനാശാൻ്റെ ജീവിത വീക്ഷണത്തെക്കുറിച്ച് എഴുതാൻ ഒരു ഉപന്യാസം എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് എഴുതുക. എത്രത്തോളം എഴുതുക, അല്ലെങ്കിൽ ഈ ഒരു 4 മാർക്കിൻ്റെ അഞ്ച് എത്ര തന്നെ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ആ രാത്രി മുഴുവൻ അയാൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ഗാഢമായി ചിന്തിച്ചു. എന്നാൽ ഏത് മൃഗത്തിനാണ് മേന്മയെന്ന് തീർപ്പ് കൽപ്പിക്കാനായില്ല. കറുപ്പ്, വെളുപ്പ്, വലുത്, ചെറുത്ത് തുടങ്ങിയ വ്യത്യാസങ്ങൾ മികവിൻ്റെ മാനദണ്ഡങ്ങൾ ആകേണ്ടതുണ്ടോ? കഥയിലെ മറ്റു സന്ദർഭങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കറുപ്പ്, വെളുപ്പ് എന്നത് ഓരോ മനുഷ്യൻ്റെയും മനോഭാവമാണ്. അതായത് നിറം, വലുത്, ചെറുത് എന്നിവയിലുള്ള അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് എല്ലാ കാലത്തും നിലനിന്നിരുന്നു. നിറങ്ങൾ എന്ന് പറയുന്നത് എന്താ? വ്യത്യസ്തമായ ഭാവങ്ങളാണ്. എന്നാൽ കറുപ്പിന് കറുപ്പിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്, വെളുപ്പിന് വെളുപ്പിൻ്റേതായിട്ടുള്ള ഭംഗിയുമുണ്ട്. ചെറുതിനും വലുതിനും അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വവും സൗന്ദര്യവുമുണ്ട്. നിറങ്ങളിൽ വെളുപ്പ് നല്ലത്, കറുപ്പ് മോശമെന്ന സമൂഹത്തിൻ്റെ പൊതുധാരണയെ കഥാകൃത്ത് ഈ വാക്കുകളിലൂടെ കളിയാക്കുന്നു. കറുപ്പിനാണ് കരുത്തും ശക്തിയും, എന്നാൽ കറുപ്പിനെ വെല്ലുന്ന വെളുപ്പിനാണ് അഴക് എന്ന ചിന്ത എല്ലാവരിലുമുണ്ട്. കറുപ്പിൻ്റെ അഴക് കാണാതെ വെളുപ്പിനെ ശ്രമിക്കുന്ന ഒരു ലോകമാണ് ഇവിടുള്ളത്. മാത്രമല്ല, തമ്പാൻ വെളുത്തത് അടിയാൻ കറുത്തത് എന്ന വർണ്ണബോധത്തിൻ്റെ തിരിച്ചിടൽ കൂടി ഇവിടെ നടക്കുന്നു. വർണ്ണത്തിലോ വലിപ്പത്തിലോ കാര്യമില്ലെന്ന സാമൂഹിക വിമർശനം കൂടി ഇതിലൂടെ കഥാകാരൻ വെളിപ്പെടുത്തുന്നു. നിറങ്ങൾ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ്. ചെറുതിനും വലുതിനും അതിൻ്റേതായ വ്യക്തിത്വവും സൗന്ദര്യവുമുണ്ട്. ആനയും ആടും തമ്മിൽ വൈജാത്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഏതിനാണ് കൂടുതൽ മേന്മ എന്നത് ആപേക്ഷികമാണ്. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. മകൻ അകന്നകന്ന് പോകുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ ഒന്ന് വലിച്ചു ചീന്തേ പോലെ തോന്നുന്നു. 2 3 കണ്ണീർ കണങ്ങൾ ആ പടിക്കാൽ പിടിച്ച കൈപ്പടത്തിന്മേൽ ഇറ്റിറ്റു വീണു. അവയ്ക്ക് തീ തൈലത്തിൻ്റെ ചൂടുണ്ടായിരിക്കണം. വെളിച്ചത്തിൻ്റെ വിരലുകൾ.
മരക്കാൽ പടിയിറങ്ങുമ്പോഴുണ്ടാകുന്ന മായൻ്റെ മാനസികാവസ്ഥ അവതരിപ്പിക്കാൻ മുകളിൽ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ പര്യാപ്തമാണോ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മകൻ യാത്ര പറഞ്ഞു പോകുന്നത് നോക്കി നിൽക്കുന്ന മായൻ്റെ വികാര പാരവശ്യം മികച്ച വാഗ്മയ ചിത്രമായി നോവലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കഥാസന്ദർഭത്തിന് മിഴിവേഗം പര്യാപ്തമായ പ്രയോഗമാണിത്. തന്നിൽ നിന്നും യാത്ര പറഞ്ഞ് അകന്നു പോകുന്ന മകൻ മരിക്കുന്നത് നോക്കി നിൽക്കുന്ന അച്ഛൻ്റെ മാനസികാവസ്ഥയോടെ മായൻ നോക്കി നിൽക്കുന്നു. മക്കളുടെ മരണം കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണ്. മായൻ മകനിൽ കാണുന്നതും തന്നെയാണ്. മകൻ കാഴ്ചയിൽ നിന്ന് മറന്നപ്പോൾ അവിടെ താൻ തന്നെയാണ് ഇല്ലാതായതെന്ന് മായന് തോന്നുന്നു. ആ വിഷമത്തിലാണ് അയാൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ ചത്തു എന്ന് വിലപിച്ചത്. അപ്പോൾ വേർപാടിൻ്റെ ദുഃഖസാന്ദ്രമായ അവസ്ഥയെ കാണിക്കാൻ അനുയോജ്യമായ ആഖ്യാന ശൈലിയാണ് കവി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. മായൻ്റെ മനസ്സിലുള്ള ഹൃദയത്തിൻ്റെ എല്ലാ വികാരങ്ങളെയും നോവലിസ്റ്റ് അതേപടി അവതരിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റും അത് ഇകഴെ നിങ്ങളെ തന്നെ. എല്ലാ നാടുകളിലേക്കും ചെല്ലുക, ഈ സുവിശേഷം പ്രസംഗിക്കുക. ദരിദ്രരും എളിയവരും പണക്കാരും മേലാളരും എല്ലാം ഒന്നാണെന്ന്, സമുദ്രത്തിൽ നദികളെന്ന പോലെ ഈ മതത്തിൽ എല്ലാ ജാതികളും ഒന്നിച്ചു ചേരുന്നുവെന്നും അവരോട് പറയുക. മുകളിൽ നൽകിയിട്ടുള്ള സൂചനകളും സമകാലിക സംഭവങ്ങളും പരിശോധിച്ച് സമത്വത്തിനായി പോരാടം എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മുഖപ്രസംഗം തയ്യാറാക്കാൻ 6 മാർക്കിൻ്റെ ചോദ്യമാണിത്. 2 ചോദ്യങ്ങൾ 6 മാർക്കിനുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു സമത്വത്തിനായിട്ടുള്ള പോരാട്ടം എന്ന് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. സമത്വത്തിനായി പോരാടാം, അത് നമ്മൾ ഹെഡായിട്ട് എഴുതണം. പിന്നെ നമ്മൾ കുമാരനാശാൻ്റെ ഈ ചിന്തകളെ പറ്റിയും അതേപോലെ ശ്രീബുദ്ധൻ്റെ ചിന്തകളെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അത് കൂട്ടിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി വേറൊരു ചോദ്യമാണ്, എന്തു നീ മിഴിയിന തുളമ്പി എന്നോ സഖി ചന്ത നിറയ്ക്കുകി ശിഷ്ടദിനങ്ങളിൽ മിഴിനീർ ചവർപ്പു പെടാതി മധുപാത്രം മടിയോളം മോന്തുക സഫലമി മാത്രം. ഇങ്ങളെ ഉയിര് തന്നത് ഉയിരിക്കൊന്നുമില്ല, ഉയിരേ ഉള്ളൂ, അത് ഞാൻ നിങ്ങൾക്ക് തന്ന വെളിച്ചത്തിൻ്റെ വിരലുകൾ. മുകളിൽ നൽകിയ പാഠഭാഗങ്ങൾ വിശകലനം ചെയ്ത് മാനവികതയും അതിജീവനം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം രചിക്കാനാണ്. അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ ഹെഡിങ് എഴുതുക. ഓക്കെ. സ്നേഹവും വാത്സല്യവുമാണ് ലോകം തേടുന്നത്. പരിഗണനയും അംഗീകാരവും ഏവരും ആഗ്രഹിക്കുന്നു. പരസ്പരം ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരു തലമുറയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ നല്ലൊരു ലോകം പുലരൂ. കക്കാടിൻ്റെ സഫലമീ യാത്രയിലെ വരികൾ മിഴുനീർ ചവർപ്പുപെടാതെ ജീവിക്കാനുള്ള സന്ദേശമാണ് നൽകുന്നത്. ഉമ്മാച്ചുവിലെ ഹസ്സൻ ആമിന കഥാപാത്രങ്ങളുടെ സ്നേഹം ജീവിതം പരസ്പരം സമർപ്പിക്കുന്ന വിശ്വാസദൃഢമായ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ വിളവിക്കുന്നു. അപ്പോൾ വെളിച്ചത്തിൻ്റെ വിരലുകൾ ദൈവത്തിൻ്റെ വിരലുകൾ തന്നെയാണ്. ആമിനയ്ക്ക് രക്ഷകനായി ഹസ്സൻ എത്തുന്നു. അനാഥമായി പോകുന്ന അവളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു. തൻ്റെ ബാപ്പയെ മർദ്ദിച്ച മനുഷ്യനാക്കിയ മായന ആശ്രയവും ആശ്വാസവുമായി ഹസ്സൻ മാറുന്നു. ചിലർ ഹസ്സനെ പോലെയാണ്, വലിയ കാര്യങ്ങൾ പറയാറില്ല, ചെയ്യാറേ ഉള്ളൂ. മായനും ആമിനയും ആശ്രയമേകുന്ന ഹസ്സൻ ദൈവത്തിൻ്റെ പ്രതീകമായി മാറുന്നു. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയൊക്കെയാണെന്ന് പ്രവചിക്കാൻ ആവില്ല. ഏതിരുട്ടിലും ഹസ്സനെ പോലെയുള്ള ചില വെളിച്ചങ്ങൾ വഴികാട്ടിയാകുമെന്ന പ്രതീക്ഷയാണ് വെളിച്ചത്തിൻ്റെ വിരലുകൾ എന്നതിലൂടെ പറയുന്നത്. ഇനി സഫലമീ യാത്രയെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ എന്താ, ശേഷിക്കുന്ന ദിവസങ്ങളിൽ മിഴിന തുളുമ്പാതെ ജീവിതത്തിൽ ചന്തം നിറയ്ക്കാൻ കവി ഭാര്യയെ ഉപദേശിക്കും. മിഴിനീർ ചവർപ്പപ്പെടാതെ ജീവിതം മധുപാത്രം മോന്തുവാൻ നിർദ്ദേശിക്കുന്നു. ശാന്തിയുടെ ശർക്കര നുണയാൻ ദുഃഖമാകുന്ന കൊഴുത്ത ചവർപ്പ് കുടിക്കേണ്ടതുണ്ടെന്നുള്ള ബോധ്യം കവിക്കുണ്ട്. കാലം ഉരുളുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തെന്ന് പ്രവചിക്കാൻ അറിയാത്ത സാഹചര്യത്തിൽ ഇന്നിനെ സന്തോഷത്തോടെ നേരിടാനുള്ള ആഹ്വാനം കവിതയിൽ കാണാം. വേദനകൾ നിറഞ്ഞതാണെങ്കിലും തൻ്റെ ജീവിതത്തെ സഫലമായി കാണുന്ന കവിയെയാണ് കവിതയിലെങ്ങും കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്നേഹവും വാത്സല്യവുമാണ് ലോകത്ത് എല്ലാവരും തേടുന്നത്, അല്ലേ? പരിഗണനവും അംഗീകാരവുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ പരസ്പരം ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരു തലമുറയിലൂടെ മാത്രമേ നമുക്കൊരു നല്ലൊരു ലോകം ഉണ്ടാകൂ. ഉമ്മാച്ചുവിലെ ഹസ്സൻ ആമിന കഥാപാത്രങ്ങളുടെ സ്നേഹത്തിൻ്റെ കഥ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ
ജീവൻ പരസ്പരം സമർപ്പിക്കുന്ന വിശ്വാസദൃഢമായ ബന്ധങ്ങളെയാണ് നമ്മൾ അതിൽ കാണുന്നത്. അതേപോലെ കക്കാടിൻ്റെ സഫലം ഈ യാത്രയിൽ എന്താ കാണുന്നത്? പരസ്പരം ഊന്നുവടികളായി നിൽക്കുന്ന 2 കഥാപാത്രങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് സ്നേഹത്തിൻ്റെ മതിൽ കെട്ടി മറികടക്കാനാവും എന്ന സന്ദേശമാണ് നമുക്ക് ഈ ഒരു അതിജീവനത്തിൻ്റെ ഒരു കഥയാണ് നമുക്ക് ഈ ലോകത്തോട് പറയാനുള്ളത്.